വഖഫ് ഭേദഗതി നിയമത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട്. വിഷയത്തിലെ രാഹുൽ പ്രിയങ്ക നിലപാടിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം നിലനിൽക്കെയാണ് മുസ്ലിം ലീഗിന്റെ റാലി. നിലവിൽ രാഹുൽ പ്രിയങ്ക എന്നിവർക്കെതിരെ പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ടെന്നാണ് ലീഗിലെ ധാരണ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, മുസ്ലിം ലീഗിന്റെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ മഹാറാലി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് നടക്കും. നമുക്കറിയാം ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് എന്നുള്ളത്. കോൺഗ്രസ് നിലപാടുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പരസ്യ പ്രതികരണത്തിലേക്ക് നയിക്കുന്നില്ല. അല്ലാതെയാണ് മുസ്ലിം ലീഗിന്റെ ഈ നീക്കം, അല്ലേ? തീർച്ചയായും രോഹിണി, ഈ വഖഫ് ഭേദഗതി വിഷയത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. നമുക്കറിയാം, മുൻപും ഇത്തരത്തിൽ, അതായത് പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത്, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്ത് ഒക്കെ തന്നെ ഇതെല്ലാം മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്തും അതിവിടെ ആവർത്തിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് 1 ലക്ഷത്തിലധികം, അതായത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അവർ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തു പറഞ്ഞിരിക്കുന്നത്, തങ്ങൾ ഇന്ന് 2 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കൃത്യമായൊരു നീക്കം നടത്തും. അത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി പ്രകടനമാണ് എന്ന് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ആളുകളെ പങ്കെടുപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ എല്ലാ സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കൃത്യമായൊരു ഇത് നടത്തുന്നുണ്ട് എന്ന് ഈ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. പക്ഷെ അതിനു മുൻപേ തന്നെ, ഒരു പടി മുൻപേ തങ്ങൾ, അതായത് മുസ്ലിം ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതായത് ഈ തങ്ങളാണ് ആദ്യം, അല്ലെങ്കിൽ തങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ നീക്കം കൂടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന റാലി എന്നതാണ്. 3 മണിക്കാണ് ഈ റാലി തുടങ്ങുക. മാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇന്ന് ഇവിടെ നടക്കാനിടയുണ്ട്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, വഖഫ് ഭേദഗതി ബിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയങ്ക വദ്രയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും എടുത്ത നിലപാടുകൾ, ആ നിലപാടിനോട് ഈ മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. ഈ ലീഗിനകത്ത് തന്നെ അത് വലിയ അസ്വാരസ്യങ്ങൾക്കും പൊട്ടിത്തെറിയിലേക്കും ഒക്കെ തന്നെ കടന്നിരുന്നു. പക്ഷെ നേതാക്കൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനം ഈ വിഷയത്തിൽ നിലവിൽ പ്രതികരിക്കേണ്ട സാഹചര്യമല്ല എന്ന് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കാതെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് മുന്നേ ഒരു പടി മുൻപിൽ തങ്ങളാണ് എന്ന് തെളിയിക്കാനും മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും കൂടിയാണ് ഇന്ന് ഈ ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റാലി സംഘടിപ്പിക്കുന്നത്. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.